കഞ്ഞിക്കുഴി കലമ സ്ത്രീയുഗം യൂണിറ്റിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്ന യൂണിറ്റിന്റെ ഉദ്ഘാടനം കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. വാങ്ങിക്കാൻ നമ്മളാൽ കഴിയുന്ന ഇടങ്ങളിലൊക്കെയും ഇതിന്റെ വിപണനത്തിന് സഹായിക്കാൻ കൂടി എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം. ആ കാര്യങ്ങൾ കൂടി നമ്മൾ കൂടി ഒന്ന് സഹായിച്ചെങ്കിൽ മാത്രമേ കലമ വിജയിച്ച് മുമ്പോട്ടേക്ക് വരികയുള്ളൂ. അതിന്റെ ഒരു പിന്തുണ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇവർ കാണിച്ചൊരു താല്പര്യത്തിന് എത്ര പേര് നിരുത്സാഹപ്പെടുത്തി കാണില്ലേ? പ്രസന്നെ ഇതിന്റെ വലിയ ആവശ്യമുണ്ടെന്ന് ചോദിച്ചു കാണില്ലേ? ഒത്തിരി പേര് ഉണ്ടാവില്ലേ? ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടാവും. ഇതിന്റെ വല്ല കാര്യമുണ്ട്, ചുമ്മാ ഓരോ പരിപാടി. ചിലപ്പോൾ നമ്മൾ പോലും ചിലപ്പോൾ അങ്ങനെ പണ്ടായിരിക്കും വന്നിരിക്കുന്നില്ല. അങ്ങനെയല്ല, അവിടെ എല്ലാം നമ്മൾ കാണേണ്ടത് എത്രയോ ദിവസങ്ങളുടെ അവരുടെ മാനസികവും ശാരീരികവും ഒക്കെ ആയിട്ടുള്ള അധ്വാനത്തെയാണ് നമ്മൾ കാണുന്നത്. അതൊരു ചെറിയ കാര്യമല്ല, ഒരു വലിയ പ്രവർത്തനത്തിലേക്കാണ് അവരെല്ലാം. അവരുടെ ധൈര്യത്തിന്, അവർ കാണിക്കുന്ന ആത്മാർത്ഥതയ്ക്ക് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങളെല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എന്തെല്ലാമാണ് സഹായിക്കാൻ പറ്റുക എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒന്ന് ആലോചിക്കണം. കൃഷി വകുപ്പിന്റെ രീതി നോക്കി എന്തെങ്കിലും ഇവരെ കൂടുതലായി സഹായിക്കാൻ കഴിയുമോ എന്നുള്ളത് നോക്കണം. അത്തരമൊരു യൂണിറ്റിന്റെ ഭാഗമായിട്ട് നമുക്ക് ആ സഹായങ്ങൾ കൊടുത്ത് നോക്കണം. വേറെ എന്തെല്ലാമാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചാൽ മതി. നമുക്ക് ഏത് തരത്തിൽ നമുക്ക് ഇടപെടാവുന്നതേ ഉള്ളൂ. വിപണനത്തിന് ആവശ്യമായ ഒരു പദ്ധതി കൂടി നമ്മൾ പ്ലാൻ ചെയ്യണം. നമ്മളല്ലാതെ പോയിട്ട് അതില്ല. സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വിപണനത്തിനൊരു പദ്ധതി കൂടി പ്ലാൻ ചെയ്തിട്ട് അതെത്തിക്കാൻ വേണ്ടി നമ്മളൊരു പരിശ്രമം നടത്തണം. കഞ്ഞിക്കുഴിയിൽ കലമ സ്ത്രീയുഗം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കാർഷിക വിളകളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനവും വിപണനവും കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. കെ.ബി. വിമൽ റോയ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈ രഞ്ജിത്ത്, കാർഷിക വികസന സമിതി അംഗങ്ങളായ എം.ഡി. സുധാകരൻ, ആർ. രവിപാലൻ, കൃഷി ഓഫീസർ റോഷ്മി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷീല പ്രതീഷ്, രജനി രവിപാലൻ, ക്ലസ്റ്റർ സെക്രട്ടറി ജിയു ദേപ്പൻ, എസ്. ഗിരിജ, പ്രസന്ന മുരളി എന്നിവർ പങ്കെടുത്തു. ആത്മാർത്ഥതയോടെയുള്ള പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുക. ഞാനെൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ചോദിക്കുകയായിരുന്നു, എത്രയും കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് പ്രചരണം ചെയ്താലേ നമുക്കതുകൊണ്ട് മെച്ചമുള്ളൂ. സ്വാഭാവികമായും അങ്ങനെ. പിന്നെ ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. സാധാരണ രീതിയിലുള്ള മാർക്കറ്റിങ്ങിൽ നമുക്കിത് വിറ്റുപോകുന്നു തോന്നുന്നില്ല. കാര്യം നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന് ഞാൻ മനസ്സിലാക്കുന്ന ഒത്തിരി വില കൂടുതലാണ് മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാൾ. അതിൻ്റെ കാരണം നല്ല സാധനം നല്ല ക്വാളിറ്റിയിൽ നമ്മൾ നിർമ്മിക്കുന്നു. സ്വാഭാവികമായിട്ടും അതിൻ്റെ വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ട് മാർക്കറ്റിങ്ങിന് പുതിയ തലങ്ങൾ നമ്മൾ അവലംബിക്കണം.